നിഴൽക്കൂട്. റിംഗ് ലൈറ്റിന്റെ വെളുത്ത വെളിച്ചം കണ്ണുകളിൽ തടക്കുമ്പോഴും അനു ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചു. മുറിയിലെ ചൂടിനേക്കാൾ സ്ക്രീനിലെ ലൈക്കുകളുടെ ചൂടാണ് അവളെ പൊള്ളിച്ചത്. കവിതയിലെ വരികൾ പോലെ ഫിൽറ്ററുകൾ അവളുടെ മുഖത്തെ ക്ഷീണം മറച്ചുപിടിച്ചു. അനു, അടുത്ത ഡാൻസ് വീഡിയോ റെഡിയല്ലേ? വ്യൂസ് കുറയുന്നുണ്ട്. ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് അരുണിന്റെ നിർദ്ദേശം വന്നു. അവളുടെ മനസ്സ് മടുത്തിരുന്നു. ഓരോ സെൽഫിയും ഓരോ വിൽക്കപ്പെടലായി അവൾക്ക് തോന്നി. ട്രെൻഡുകളുടെ തെരയിൽ ഒഴുകുന്ന ആയിരക്കണക്കിന് പെൺമുഖങ്ങളിൽ ഒന്നായി താനും മാറുന്നുവോ? സ്വാതന്ത്ര്യം എന്ന് കരുതി തുടങ്ങിയത് ഒരു നിർബന്ധമായി മാറിയിരിക്കുന്നു. പെട്ടെന്നാണ് ഫോണിൽ ഒരു കമന്റ് വന്നത്. അവളുടെ വസ്ത്രത്തെയും ശരീരത്തെയും പരിഹസിക്കുന്ന വരികൾ. അത് വായിച്ചപ്പോൾ അവളുടെ ഉള്ളിലെ ആത്മാവ് മൗനമായി കരഞ്ഞു. പക്ഷേ അരുൺ പറഞ്ഞത് മറ്റൊന്നാണ്. സാരമില്ല, ആ നെഗറ്റീവ് കമന്റുകൾ കൂടുതൽ ആളുകളെ വീഡിയോയിലേക്ക് എത്തിക്കും. അത് ഡിലീറ്റ് ചെയ്യണ്ട. അനു സ്തംഭിച്ചുപോയി. താൻ ഒരു മനുഷ്യനല്ല, വെറുമൊരു കണ്ടന്റ് മാത്രമായി മാറിയിരിക്കുന്നു. നിയമങ്ങളും നീതിയും സ്ക്രോളുകളിൽ മറയുന്ന ഈ ലോകത്ത് മനസ്സ് ലോഗൌട്ടായിട്ട് കാലമേറെയായി. അവൾ പതുക്കെ എഴുന്നേറ്റ് റിംഗ് ലൈറ്റ് അണച്ചു. ആ മുറിയിൽ ഇരുട്ട് പടർന്നു. ഇനി വേണ്ട, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. കാണുന്ന കണ്ണുകൾക്ക് കുറ്റമില്ലെന്ന് പറയാനാകില്ല, പക്ഷേ കാണിക്കപ്പെടാൻ തന്നെ പഠിപ്പിച്ച ഈ ലോകത്തോട് എനിക്ക് ഇനി സഹകരിക്കാൻ വയ്യ. കാലത്തിന്റെ ഉടഞ്ഞ പ്രതിബിംബമായി ആ സ്ക്രീനിൽ ബാക്കിയായ തന്റെ മുഖത്തെ നോക്കി അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഡിജിറ്റൽ ചന്തയിലെ ഒളിഞ്ഞുനോക്കുന്ന കണ്ണുകളിൽ നിന്ന് അവൾ ആത്മശാന്തിയോടെ പടിയിറങ്ങി.